നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഷാനവാസ്. എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്കറിയാം, മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് ഷാനവാസിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ഷാനവാസിന്റെ PR ആണ് എന്നുപോലുള്ള കമന്റുകൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഏത് കാര്യങ്ങളിലും ഞാൻ ഷാനവാസിനെ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഫീഡ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടത് ഷാനവാസിനെ എനിക്ക് ഇഷ്ടമായിരുന്നു, പുള്ളിയുടെ ഗെയിം എനിക്ക് ഇഷ്ടമായിരുന്നു, ഒക്കെ ശരിയായിരുന്നു. പക്ഷേ ഇന്ന് ഷാനവാസ് കാണിച്ചത് സത്യം പറഞ്ഞ ഇതുപോലെ ഒരു വൃത്തികെട്ട ഗെയിം, വെറുത്തുപോയി പുള്ളിയെ. അത്രയ്ക്ക് തരം താഴ്ന്ന ഒരു ഗെയിമിലേക്ക് ഷാനവാസ് മാറി. ആരായാലും വെറുത്തു പോകും. കാരണം എന്ത് ഗെയിമാണ് പുള്ളി ഇന്ന് കളിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തുമാത്രം തരം താഴ്ന്നു പോയെന്ന് എനിക്ക് അറിയത്തില്ല. എന്തുമാത്രം ഗസ്റ്റേഴ്സ് ആണ്, എന്തൊക്കെ ആംഗ്യങ്ങളാണ് പുള്ളി കാണിച്ചത്, അതും പെൺകുട്ടികളോട്. അവിടെയുള്ള പെൺകുട്ടികളോട് തന്റെ മാസ് കാണിച്ച രീതിയാണ് ഇന്ന് കണ്ടത്. ആലോചിച്ച് നോക്കി. സത്യം ഞാൻ വെറുത്തുപോയി. അങ്ങ് തറയായിപ്പോയി. തത്തറ എന്ന് പറയില്ലേ, ഒരു തത്തറയായി മാറി ഇന്ന് ഷാനവാസ്. ആ വീട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഷാനവാസാണ്. എന്ത് ഷാനവാസ് ഇത്? എവിടെ കിടന്ന താങ്കളായിരുന്നു? എല്ലാ കാര്യങ്ങളും വളരെ സ്പഷ്ടമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന, പോയിന്റുകൾ എടുത്ത് സംസാരിച്ചു കൊണ്ടിരുന്ന ഷാനവാസ് ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷം എന്തു പറ്റി? മറ്റുള്ളവർക്ക് വോട്ട് കൂടിയെന്നറിഞ്ഞപ്പോഴുള്ള വെപ്രാളമാണോ? ആ വെപ്രാളത്തിൽ കാണിച്ചു കൂട്ടുന്നതെല്ലാം കോമാളിത്തരങ്ങളാണ്. നിങ്ങളൊരു ഒരു കോമാളിയായി മാറിക്കഴിഞ്ഞു. പുറത്തിറങ്ങിയിട്ട് പോയി നോക്കണം താങ്കൾ എന്തൊക്കെയാണ് ചെയ്തത്. എന്നിട്ട് നട്ടാ കുരുക്കാത്ത കള്ളമാണ് പറയുന്നത്. അതായത് ബിന്നിയുടെ ദേഹത്ത് ഈ പറയുന്ന മാവെടുത്ത് കുടഞ്ഞിട്ടിട്ട് ഇപ്പൊ പറയുന്നു ഞാൻ കുടഞ്ഞിട്ടതല്ല എന്ന്. ഞാൻ ഈ പറയുന്ന ആ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കി സംസാരിച്ചപ്പോ തെറിച്ചതാണ് എന്ന് പച്ചക്കള്ളം. ഒരു ഉളുപ്പുമില്ലാതെ തട്ടി വിടുകയാണ്. എന്നിട്ട് മാസായി അവിടെ ഇരിക്കുകയാണ്, ഹീറോ ചമഞ്ഞിരിക്കുകയാണ്. പ്രേക്ഷകര് മണ്ടന്മാരെന്നാണ് ഇയാളുടെ വിചാരം. ഷാനവാസിന്റെ വിചാരം പ്രേക്ഷകര് മണ്ടന്മാരാണെന്നാണോ? അവിടെയുള്ള അക്ബറിനെയോ ഈ പറയുന്ന അവരെയൊക്കെ നിങ്ങൾ പ്രീതിപ്പെടുത്തിയിട്ട് അവരുടെ വിശ്വാസം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കോപ്പാണ് കിട്ടാൻ പോകുന്നത്? നിങ്ങൾ പ്രീതിപ്പെടുത്തേണ്ടത്, നിങ്ങൾ ഇഷ്ടപ്പെടുത്തേണ്ടത് പ്രേക്ഷകരെയാണ്. പ്രേക്ഷകർ ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള ചിന്ത ഉണ്ടാവണം. അല്ലാതെ മാസ് കാണിക്കാൻ വേണ്ടി പെണ്ണുങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നവളെയും നീ അവിടെ പോയി കാണുന്നത് എന്റെ ഭർത്താവ് പെൺകോന്തനാണെന്ന് പറയുന്നതല്ല ഷാനവാസെ മാസ്. അതല്ല മാസ്. സ്വന്തം തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടി താങ്കൾ ഇന്ന് പറഞ്ഞ അനാവശ്യങ്ങൾ വളരെ കൂടുതലായി. താങ്കൾ ഇന്ന് കാണിച്ചത് മൊത്തം ഒരു ചൊറിച്ചിലിന്റെ അങ്ങേ അറ്റമായി പോയി. തന്റെ ഭാഗം ജയിക്കാൻ വേണ്ടി പറഞ്ഞ കള്ളങ്ങൾ ഇന്ന് ജയിൽ നോമിനേഷനിൽ പറയാണ്, അനുമോൾ എനിക്ക് ഈ പറയുന്ന ചോക്ലേറ്റിന്റെ പൊടി തന്നില്ല എന്ന്. എനിക്ക് ഹെർട്ടായിരുന്നു. നാണമില്ലേ താങ്കൾ ഇങ്ങനെ പറയാൻ? അനുമോൾ ചോക്ലേറ്റിന്റെ പൊടി തന്നില്ല, മറ്റുള്ളവർക്ക് കൊടുത്തു, ഞാൻ വന്നപ്പോ എടുത്ത് വായിലിട്ട് കഴിച്ചു, എനിക്ക് തന്നില്ല, അതെനിക്ക് ഹേർട്ടായിരുന്നു. അയ്യേ, ഈ പുള്ളിക്കത് എന്ത് പറ്റി? പറ്റിയെന്ന് എനിക്കൊരു പിടുത്തമില്ല. ആ പുള്ളിക്ക് എഗേൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ നോമിനേറ്റ് ചെയ്താൽ പുള്ളിക്ക് പിന്നെ അങ്ങോട്ട് കൊണ്ടിളവും. പുള്ളി പിന്നെ ഉള്ള നുണകൾ മൊത്തം പറഞ്ഞ് എന്തൊക്കെ കഥകള്, ഈ പറയുന്ന ചോക്ലേറ്റിന്റെ പൊടി തന്നില്ല, ഉപ്പ് തന്നില്ല, മറ്റേ കോഫി തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങും. എന്തോ നാണക്കേടിത്. ഇന്ന് ബിന്നിയോട് എന്തൊക്കെയാ വിളിച്ചത്? നിങ്ങൾ കൺട്രോൾ പോയോ? നിങ്ങൾ ആരെയാ സമർത്ഥിക്കുന്നത്? ലാലേട്ട് ഇത് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടി ലക്ഷ്മി എന്ത് തേങ്ങയ്ക്ക് അവിടെ വന്നത്? ലക്ഷ്മി എന്ത് തേങ്ങയ്ക്ക് വന്നത്? ലക്ഷ്മി ചുമ്മാ വന്ന അതിന്റെ ഇടയിൽ ചെന്ന് വീണ് കൊടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ അറിഞ്ഞൂടാ, കണ്ടുമില്ല, കേട്ടുമില്ല, പറഞ്ഞറിവുള്ള. കണ്ട് ഒനിയന്റെ കേസ് സംഭവിച്ചില്ല. ആരോ എന്തോ പറഞ്ഞ് എനിക്ക് കുറെ സ്ക്രീൻ സ്പേസ് വേണം, ചെന്ന് കസാരയിട്ട് ഫ്രണ്ട് ഇരിക്കുകയാണ്. ഷാനവാസിന്റെ വായിന്ന് മൊത്തം കേട്ട് ഷാനവാസിന് ഒരു പിരിപോയി കിടക്കുകയാണ്. അവൻ എന്തു പറയും? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് വീട്ടിലുള്ളവരെ പറയണം, നീ എന്റെ ഭർത്താവിനെ പോടി എടി വാടി. എന്നിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തൊക്കെ ആക്ഷനാ കാണിക്കുന്നത്, എന്തൊക്കെ ജസ്റ്റേഴ്സാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ഇറിറ്റേഷനാ വരുന്നത്. ബിന്നി കാണിച്ച ശരിയെന്നല്ല ഞാൻ പറയുന്നത്. അവിടെ എന്ത് ചെയ്തു? ഇവർക്ക് എന്ത് ചെയ്യും? പിന്നീട് ബാത്റൂമിൽ പോകണം, ബിഗ് ബോസ് ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നു. ബിഗ് ബോസ് നേരെ ബിന്നിയെ വിളിച്ചു പറയുന്നു. അതിനു മുമ്പ് അരിയാട്ടന്റെ പരിപാടി ഉണ്ടല്ലോ, അരിയാട്ടക്കാണല്ലോ ജയിലിൽ കൊടുത്തത്. അത് ആദ്യം അനീഷിനെ കൊണ്ട് മൊത്തം ആട്ടിച്ചു, അരി മൊത്തം. അനീഷ് ഇന്ന് പെട്ടു, അത് പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ബിന്നിയെ നോക്കിയപ്പോൾ രണ്ടുപേരും
ഇയാൾ വെറുതെ ഇരിക്കുകയാണ്. അനീഷ് മാത്രം അരി ആട്ടിക്കൊണ്ട് നിങ്ങൾ രണ്ടും കൂടെ അല്ലേ ആട്ടാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഷാനവാസിന് പിടിച്ചില്ല. ഷാനവാസ് എന്തോ ഒക്കെ പറഞ്ഞു, ഇവിടെ അത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസ് സമ്മതിച്ചതാണ്. ഞാൻ ഇവൻ അരിയാട്ടി കഴിഞ്ഞതിന് ശേഷം ഉഴുന്ന് മൊത്തം ഞാൻ ആട്ടും എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അത് അനീഷിന്റെ സമ്മതമാണ്. അപ്പോ ബിന്നി പോകുന്നു. കുറെ കഴിയുമ്പോൾ എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ബിന്നി വരുന്നു. അപ്പൊ ബിന്നി വന്ന് തമാശയെ പറഞ്ഞൊരു സാധനമാണ്, എന്താണ്, നിങ്ങൾ എന്നെ ക്യാപ്റ്റൻ ബെസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ തുറന്നു വിടുകയുള്ളൂ. സത്യം പറഞ്ഞാൽ അത് ശരിയൊന്നും അല്ല. അവർക്ക് പ്രാഥമിക ആവശ്യത്തിന് വേണ്ടിയിട്ട് പറയുമ്പോൾ തുറന്നു കൊടുക്കണം. അല്ല അവിടെ വന്ന് എൻ്റെ അടുത്ത് ഞാൻ ബെസ്റ്റ് എന്ന് പറഞ്ഞാലേ തുറന്നു വിടുകയുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷെ അവിടെ ചെന്ന് നിന്റെ ഭർത്താവ് പെൺകോന്തനാണെന്ന് വിളിക്കാനല്ല ഷാനവാസ് ചെയ്യാനുള്ളത്. ഷാനവാസ് അതിന് കൗണ്ടർ ചെയ്യുക. ഇതെന്തോ ഷാനവാസ് എടി പോടി 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 എന്നിട്ട് പെട്ടെന്ന് ട്രിഗർ ആയിക്കൊണ്ട് തറയിരുന്ന ആ കരണ്ടിയാ മാവ് കോരിയിട്ട് തറയിൽ വെച്ചിരുന്ന ആ ഒരു കരണ്ടിയെ എടുത്ത് കുനിഞ്ഞെടുത്ത് ആദ്യം കയ്യിൽ എന്തോ ഇരുന്ന് കൈ എടുത്ത് അതിൽ നിന്ന് എടുത്ത് എറിഞ്ഞു കൊടുത്തു. അത് തലയിൽ ഈ സൈഡിൽ വന്ന് വീണു. അതിനുശേഷം ഈ കരണ്ടി എടുത്ത് ഇങ്ങനെ കുടഞ്ഞു കൊടുത്തു. ആദ്യം ഒരു കുടത്തിൽ കുടഞ്ഞ് വീണ്ടും ഇവള് വീണ്ടും പറയുമ്പോൾ വീണ്ടും കുടഞ്ഞു. എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ എന്ന് പറയുന്നു ഞാൻ കുടഞ്ഞതല്ല, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഒലീലിനെയും ഈ നമ്മുടെ അക്ബറിനെയും കൺവിൻസ് ചെയ്യുകയാണ്. വളരെ കഷ്ടം, വളരെ പരിതാപകരം ആയിപ്പോയി. അതിനുശേഷം ജയിൽ തുറന്നു വിടുന്നു. അതിനുശേഷം കാണിച്ച ഓരോ ആക്ടുകൾ എന്തോന്നാ ഷാനവാസിന്റെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഒരു കാലത്ത് സപ്പോർട്ട് ചെയ്തു പോയല്ലോ എന്ന് തോന്നിപ്പോവും. ആ രീതിയിൽ വെറുപ്പിച്ച് പണ്ടാരടങ്ങി കൈ തന്നിട്ടുണ്ട്. വളരെ മോശം. ഇന്ന് ഷാനവാസ് സത്യം പറഞ്ഞല്ല ആ ഒരു വെറുപ്പിക്കലിന്റെ അങ്ങ് പീക്കിലെത്തിയിട്ടുണ്ട്. എന്തോ പുള്ളിയെ കൺട്രോൾ പോയിട്ടുണ്ട്. ചിലപ്പം ഫാമിലി വീക്കിൽ വന്നപ്പോ മറ്റുള്ളവർക്കാണ് അനീഷിനും ഈ പറയുന്ന അനിമോൾക്കൊക്കെയാണ് വോട്ട് കൂടുന്നത്. ഇപ്പൊ അവരെ കോമ്പറ്റീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാസാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതായിരിക്കാം. പക്ഷെ അതൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് അതൊക്കെ നല്ല രീതിയിൽ തിരിച്ചടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മര്യാദയ്ക്ക് താങ്കൾ എങ്ങനെയാണ് പോയിരുന്നത് അതേപോലെ പോയിരുന്നാൽ കൊള്ളാമായിരുന്നു. ഈ പറയുന്ന അനീഷിനെ എപ്പോഴും ഫ്രണ്ട് എന്ന് വിളിക്കുകയും കൂടെ നിന്ന് കുത്തുകയും ചെയ്യും. ഇയാൾ തിരിഞ്ഞു നിന്ന് കുത്താത്ത ആരുമില്ല. ഇയാളെ ഈ പറയുന്ന ഷാനവാസിന്റെ കൂടെ താങ്ങുകയും അങ്ങനെ മൂട് താങ്ങി നിന്ന് കഴിഞ്ഞു. ഷാനവാസിന്റെ മൂട് താങ്ങി നിന്ന് അവരെല്ലാം കൊള്ളാം. പക്ഷെ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. ആജന്മ ശത്രുക്കളെ പോലെ കണ്ടു കളയും. ഇപ്പം ഈ പറയുന്ന ആദില നൂറയാണ് ഫ്രണ്ട് കൊണ്ടു കിടക്കുകയാണ്. ആദില നൂറ എന്റെ സഹോദരികളെന്ന് പറഞ്ഞിട്ട് കൊണ്ടു കിടക്കുകയാണ്. അവരെന്തെങ്കിലും ഒന്നും ഒഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ക്യാപ്റ്റൻസി നോമിനേഷൻ പിന്നെ ജയിൽ നോമിനേഷന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു. അവര് തന്നെ ഇന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട്. അവര് തന്നെ ഞെട്ടിപ്പോയി. മനസ്സിലായോ? ഇവന്റെ സംസാരം കേട്ട് അവർ തന്നെ ഞെട്ടിപ്പോയി. മെയിൽ ഷോവനിസം എന്ന് അവര് തന്നെ പറയുന്നുണ്ട്. അത്രയ്ക്ക് തരം താന്ന് പോയി ഇപ്പൊ ഈ പറയുന്ന ഷാനവാസ്. ഇങ്ങനെ നിന്ന ഷാനവാസ് ടോപ്പ് 3 ആയിരുന്നു. 3-ാം സ്ഥാനം ഉണ്ടായിരുന്ന ഷാനവാസ് ഇനി ടോപ്പ് 5-ലെത്താൻ പാടുപെടണം. ഞാൻ എന്നും പറയും, പ്രേക്ഷകർ മണ്ടന്മാരല്ല, കുറെ അന്തങ്ങൾ ഇപ്പോഴും ചെയ്യുമായിരിക്കാം. ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ അങ്ങ് തഴയും. ആൾക്കാർ മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യും. അത് മറ്റുള്ള ആർക്കെങ്കിലും ഗുണം ചെയ്യുമെന്ന് എന്നുള്ളതേ ഉള്ളൂ. എന്തോ ആയിക്കോട്ടെ. ഇനി നാളെ ഇതൊക്കെ മുഖ്യമാറും. ഈ പറയുന്ന ഷാനവാസിന് ലാലേട്ടൻ എണിച്ചു നിർത്തി 2 വഴക്ക്. ഷാനവാസിന് ഇവരുടെ ഒരു വഴക്ക് കൊടുത്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാം തഴുകി വിടും. കാരണം വഴക്ക് കൊടുക്കണമെങ്കിൽ അനുമോളെ പിടിച്ചു നിർത്തുക, നല്ല ഫയർ ചെയ്യുക. അല്ലാതെ വേറെ ആരെയും വഴക്ക് കൊടുത്തിട്ട് ഒരിക്കൽ പിന്നീട് 6-ന് 2 വഴക്ക് കൊടുത്തു. വേറെ ആരെയും വഴക്ക് കൊടുത്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. വളർത്തും. നാളെ ഷാനവാസിന് ഇട്ട് 2 വഴക്ക് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങേര് നന്നാവും. ടോപ്പ് 5-ലെങ്കിലും എത്തും. ഇതല്ല നാളെയും പൊക്കി വിടുകയാണെങ്കിൽ തീർന്ന്. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തപ്പോൾ തീർന്ന്. പിന്നെ ലക്ഷ്മി എന്ത് തേങ്ങയാണ് താങ്കൾ അവിടെ ചെന്ന് കയറിയത്? സംസ്കാരത്തിന്റെ കേസൊക്കെ പറഞ്ഞു. താങ്കൾക്ക് സംസ്കാരമുണ്ടോ? അതിനോടൊക്കെ ഞാൻ ഷാനവാസ് പറഞ്ഞത് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. താങ്കൾക്കും ഇല്ല, താങ്കളുടെ അമ്മയ്ക്കും ഇല്ല. അത് വിട്. വെറുതെ ആവശ്യമില്ലാതെ പോയി വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയതാണ് ലക്ഷ്മി. മനസ്സിലായോ? എന്നിട്ട് ഇന്ന് പിന്നീട് ജയിൽ നോമിനേഷനിൽ പറഞ്ഞ കാരണം മട്ടം കട്ടെടുത്തു. മട്ടം ഓട്ടിച്ചത് കൊണ്ടാണ് ഷാനവാസിനെ ജയിൽ നോമിനേറ്റ് ചെയ്തത്. ഇവിടെ യഥാർത്ഥത്തിൽ ഏറ്റവും പെരുങ്കള്ളി ഈ പറയുന്ന ലക്ഷ്മിയാണ് ചെന്ന് കോരി വെച്ചിരുന്ന മട്ടൺ എടുത്തോണ്ട് പോയത്. അതും നാളെ ലാലേട്ടൻ കാണിക്കണം. കാണിക്കോ? ഇതുമല്ലോ എല്ലാം കാണിക്കോ? എന്തായാലും ജിസൈൽ മാമിയെ നിങ്ങൾ പറഞ്ഞു വിട്ടു, ഒനിയനെയും പറഞ്ഞു വിട്ടു. ഇനിയോടെ ഒന്നുമില്ല. അനീഷിന്റെ കേസ്. അനീഷ് ഇന്ന് രാവിലെ തൊട്ട് എന്റെ അമ്മയെ വെറുപ്പിക്കേണ്ട അതടുത്ത വെറുപ്പിക്കല് കേട്ട് എനിക്ക് തലപ്രാന്ത് എടുക്കുന്നുണ്ട്. കുറച്ചു മുമ്പേ കിടന്നുകൊണ്ട് ഒരു കാര്യം തന്നെ
നിങ്ങളുടെ ഇതിന് ഒരു നാള് നിങ്ങളുടെ ഇതിന് പുരികവും പിന്നെ മുടിയും കൊഴിഞ്ഞു പോകും. നിങ്ങൾ ഓർക്കണം ഒരു നാള് നിങ്ങളുടെ പുരികവും മുടിയും കൊഴിഞ്ഞു പോകും. എന്തോന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും വിഷയമുണ്ടോ? ഇതെന്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ പറയുന്ന ഫാമിലി വന്നതിന് ശേഷമാണ് എല്ലാവർക്കും മാറ്റം വന്നു. സത്യമാണ്, ഫാമിലി വന്നതിന് ശേഷം എല്ലാവർക്കും മാറ്റമുണ്ട്, താങ്കൾക്കും മാറ്റമുണ്ട്. ഇപ്പൊ മറ്റവരൊക്കെ ഒന്ന് ആക്റ്റീവായി. അനുമോള് പറഞ്ഞല്ലോ, ആക്റ്റീവായപ്പോ ഇവനെ പിടിക്കുന്നില്ല. അനുമോള് പറഞ്ഞ കറക്റ്റാണ്. ഫാമിലി വന്നപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി കുറച്ചും കൂടി ആക്റ്റീവ് ആണോ, എല്ലാവരും ആക്റ്റീവ് ആയപ്പോഴും ഇവന് പിടിക്കുന്നില്ല. ഞാനാണ് ഇത്രയും കാലം കൊണ്ടുവന്നത്, ഇനിയുമല്ല, ഞാനാണ് സ്റ്റോർ റൂമിൽ പോയി സാധനം എടുത്ത്, ഞാൻ ഇനിയും സ്റ്റോർ റൂമിൽ പോയി സാധനം എടുക്കും. പ്രശ്നമുണ്ട്, അവർക്കിപ്പം പ്രശ്നം വന്നു. അത് കുഴപ്പമുണ്ട്, അവർക്ക് പ്രശ്നം വന്നു. നിങ്ങൾ എന്തിനാണ് ഈ കിടന്ന് ഓടുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എടുത്തോന്ന് പറയും, ശരി ഞാൻ നിങ്ങൾ എടുത്തോ, എനിക്ക് പ്രശ്നമില്ല എന്നിട്ട് പറഞ്ഞ് നിൽക്കാനുള്ളത്. ഇത് ഞാൻ തന്നെ എടുക്കും. ഇന്ന് പലവട്ടം അതിനുശേഷം മുമ്പേ ഓടണുണ്ട്. രാത്രി ഉറയും കിടക്കും, പാതിരാത്രി പുതപ്പ് മാറ്റിയിട്ട് ഓടും, പ്രാന്തന്മാരെ പോലെ. എന്തോന്നിത്? ഇത് ആരോടുള്ള വാശി തീർക്കാൻ വേണ്ടി ഓടുന്നത്? എന്നിട്ട് പറഞ്ഞ ഫാമിലിയെ മൊത്തം കുറ്റം പറയും. എന്നിട്ട് ഇന്നും അനീഷ് ഒരു പൊക്ക നുണയും പറഞ്ഞു. അനീഷിന്റെ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധത്തിൽ അനീഷും എക്സ്പോസ് ആയിരുന്നു. അതായത് അനുമോളുടെ സഹോദരി വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അനുമോളുടെ സഹോദരന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. അപ്പൊ അനുമോൾ ചോദിച്ചു എന്ത് കാര്യം? അത് ഞാൻ ഇവിടെ പറയല്ലോ, അത് പിന്നെ ക്യാമറയിൽ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. കാര്യം പറയുന്നില്ല. അപ്പോഴാണ് ആദിലയും നൂറയൊക്കെ കേട്ടു. ആദിലയും നൂറയും കാര്യം പറഞ്ഞു. അവര് പറഞ്ഞത് എന്താണ്? നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ നിങ്ങളുടെ ഫാൻസിനെ നമുക്ക് ഇഷ്ടമില്ല. എന്റെ കൊച്ചിനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് നോവും എന്നാണ് പറഞ്ഞത്. അതിനെ വളച്ചൊടിക്കുകയാണ് ഇവിടെ. അതായത് ഈ പറയുന്ന അനുമോളുടെ സഹോദരി വന്ന് പറഞ്ഞ എന്തോ ആണ് എന്ന് വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ ഈ കേട്ടവര് പറഞ്ഞപ്പോ പിന്നെ കമാന്നൊരു അക്ഷരം ഉണ്ടില്ല. എന്തെങ്കിലും വിളിച്ചങ്ങ് പറയും. ഒരാൾ ചോദിക്കുമ്പോ ഉത്തരം മുട്ടുമ്പോ ഇങ്ങനെ ഇരുന്ന് മതിയല്ലോ. വൽമാസ് ആരെങ്കിലും എന്ത് പറയുമ്പോ തൊഴും. എന്തൊക്കെ ദൈവമോ? ആരെങ്കിലും ജയിൽ നോമിനേറ്റ് എന്തെങ്കിലും ചെയ്യുമ്പോ ഉടനെ തൊഴും. എന്തോന്ന് പ്രഹസനം ഇതൊക്കെ. തൊഴുത് പിടിച്ചോണ്ടിരിക്കും. അവരൊക്കെ പറയണ്ടേ നമ്മളെ ദൈവമൊന്നുമല്ലെന്ന്. ഞാനത് ഇങ്ങനെ തന്നെ തൊഴുതെന്ന് പറഞ്ഞോണ്ട് ഞാനായിരുന്നെങ്കിൽ. എന്തോന്ന് ഇത് പ്രഹസനമേ. ഇത് ആരെ പറ്റിക്കാൻ? മറ്റൊരു ജിൻഡയായി മാറരുത്. നല്ല രീതിയിൽ കളിച്ചുകൊണ്ടുവന്ന വ്യക്തിയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ ഫാമിലി വീക്ക് വന്ന രണ്ടുപേരുടെ കളി തലകുത്തനെ പൊയ്ക്കൊണ്ടാണ് ഞാൻ കാണുന്നത്. ഒന്ന് ഷാനവാസ്, ഒന്ന് അനീഷ്. രണ്ടുപേരും കിളി പറഞ്ഞിരിക്കുകയാണ്. അനീഷ് അനാവശ്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അനാവശ്യ കാര്യങ്ങൾ ഉടക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഷാനവാസിന്റെ മൊത്തം കിളിയും പോയാണ് ഷാനവാസ് കിടക്കുന്നത്. ഇത് തന്നെ മാവിന്റെ കേസ് ആദ്യം പറഞ്ഞു എന്തായാലും മുടി അടക്കണമെന്ന്. അതിനെ കൊണ്ടുവന്ന് പൊക്കി എടുത്തുകൊണ്ട് കണ്ടോ ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് മറ്റതാണ് മറിച്ചതാണ് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് അത് അടുത്ത പ്രഹസനം. മനസ്സിലായി? അപ്പൊ ആരും പറയുന്നത് ഞാൻ മുടി അടക്കണമെന്നല്ലേ പറഞ്ഞോളൂ, നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ എന്ന്. അവിടെ വീട്ടുകാർക്കൊക്കെ ആ മാവ് വേണ്ടാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത്രയും ആഹാരം തിന്നാൻ ഇപ്പൊ കുറെ ഉണ്ട്. ഒരാഴ്ച കൊണ്ട് നല്ല മൂക്ക് മുട്ടനെ തിന്നാൻ കിട്ടണം എല്ലാവർക്കും. അതുകൊണ്ട് ഇപ്പൊ ഇതൊന്നും വേണ്ട, ഇനിയും കൊണ്ടുവരും, ഇരുന്നോ. അപ്പൊ മുട്ടൻ പണി കിട്ടി ആർക്ക്? അനീഷിന് മുട്ടൻ പണി കിട്ടി. അനീഷ് മൊത്തം അരിയിരുന്ന് ആട്ടി. ഷാനവാസിന്റെ കൂടെ വന്നപ്പോൾ ടാസ്ക് തീർന്നു. അത് അനീഷിനെ പിടിച്ചില്ല. ആ വേവ് അനീഷിന്റെ കിടക്കുകയാണ്. അനീഷ് അപ്പം നേരം കൊടുത്തല്ലേ ഞാൻ മുഞ്ചി. ഇത്ര നേരം ഞാൻ ഒറ്റയ്ക്ക് ആട്ടി, ഷാനവാസ് നോക്കിക്കൊണ്ടിരുന്നു. മനസ്സിലായോ? ബിഗ് ബോസ് നാളെ രാവിലെ അവർ ഉറങ്ങണം. നാളെ രാവിലെ അവര് ഷൂട്ടിംഗ് ആണ്. അതുകൊണ്ട് നേരത്തെ എന്ത് ചെയ്തു, അവരങ്ങ് പറഞ്ഞു വിട്ടു. അപ്പോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ക്യാപ്റ്റൻസി നോമിനേഷനിൽ 3 പേരല്ലേ? ജിസൈല്, ഈ പറയും പോലെ ആദില, ജിസൈല്, ആദില, പിന്നെ ആരോ ഒരാളും കൂടി വന്നിട്ടുണ്ട് ക്യാപ്റ്റൻസിയില്. ആരാണ്? ലക്ഷ്മി. ഈ 3 പേരാണ് ക്യാപ്റ്റൻസിയിൽ വന്നത്. എന്തായാലും ഷാനവാസ് വളരെ മോശം. നിങ്ങൾ കോമാളിയായി മാറി എന്നുള്ളത് തിരിച്ചറിയുക. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.